എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ നിൽക്കുന്നത് കുപ്പായക്കുഴി ഭാഗത്തെ ആരിലാണ്. കാരണം കുപ്പായക്കുഴിയിലെ ഒരു നടപ്പാലം, പുല്ലയ്യാറിന് കുറുകെയുള്ള ഒരു നടപ്പാലം ബഹുമാനപ്പെട്ട ശരീരനായ വാഴൂർ സോമൻ MLA 25 ലക്ഷം രൂപ അനുവദിച്ച് നൽകിയ ഫണ്ടിൽ നിന്നും പണിത നടപ്പാലം ഇവിടെ സ്ഥാപിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ക്രെയിനേറ്റി ആ ക്രെയിൻ ഇത് ഉയർത്തി ഇവിടെ സ്ഥാപിച്ച് വെൽഡ് ചെയ്യണം. അപ്പോഴേ ഇതിൻ്റെ പണികൾ പൂർത്തിയാവുകയുള്ളൂ. നമ്മുടെ ഇന്നത്തെ ഈ പാലം പൊക്കി വെക്കാൻ പോവുകയാണ്. നമുക്ക് ഇക്കരെ നിൽക്കുമ്പോൾ അക്കരെ കൂടെ വണ്ടി പോകുന്നത് കാണാം. പക്ഷേ ഈ വണ്ടിയെ കയറണമെങ്കിൽ കിലോമീറ്റർ യാത്ര ചെയ്യണമായിരുന്നു. ഈ പാലം വരുന്നതോടുകൂടി നമുക്ക് ഈ യാത്രാ സൗകര്യം പിള്ളേർക്കും സ്കൂൾ കുട്ടികളും നൂറുകണക്കിന് ആൾക്കാർക്ക് ഇതിലെ കടന്നു പോകാനുള്ള ഒരു അവസരമാണ് ഉണ്ടാകുന്നത്. അത് നമുക്ക് എത്രയും പെട്ടെന്ന് ആ റോട്ടിലോട്ട് കയറുകയും ബസ് പോവുകയും എല്ലാം ചെയ്യാനുള്ള ഒരു അവസരം ഈ പാലം വരുന്നതോടുകൂടി ഉണ്ടാകും. പാലത്തിന് ആരാണ് ഫണ്ട് തന്നത്? ഫണ്ട് തന്നിരിക്കുന്നത് നമ്മുടെ ശരീരനായ വാഴൂർ സോമൻ അവരുടെ ഫണ്ടാണ്. തൂണുണ്ടാക്കാനായിട്ട് ബ്ലോക്കിൻ്റെതായ ഫണ്ട് കഴിഞ്ഞ വർഷം കിട്ടിയായിരുന്നു. അങ്ങനെ തൂണുണ്ടാക്കിയിട്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ വാഴൂർ സോമൻ MLA ഫണ്ടിൽ നിന്ന് കിട്ടുകയാണ്. ഓക്കെ, ദേശവാസികൾക്കൊക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുപ്പായക്കുഴിയിലെ ഈ നടപ്പാലം. നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തും അതോടൊപ്പം തന്നെ യശസ്വരനായ പീരുമേട് MLA വാഴൂർ സോമൻ നൽകിയ ഫണ്ടും എല്ലാം കൂടെ കൂടിച്ചേർന്നുള്ള ഒരു ഫണ്ടാണ് നമ്മുടെ ഈ നടപ്പാലത്തിന് വേണ്ടിയിട്ട്. അത് നടപ്പാലം എന്ന് പറഞ്ഞാൽ വളരെ ശക്തമായ രീതിയിൽ ഇപ്പം രണ്ട് തവണയാണ് ഈ പാലം ഒഴുകിപ്പോയത്. 2 തവണ ഈ പാലം ഒഴുകിപ്പോവുകയും ആ പാലത്തിൻ്റെ പുതിയതായിട്ടൊരു ഫണ്ട് വരിക എന്ന് പറയുന്നത് തന്നെ വളരെ അത്ഭുതകരമായ കാര്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഒരു ഫണ്ട് ഇട്ട ഒരു പാലം നശിച്ചു പോയാലും ഇല്ലെങ്കിലും ശരി, അവിടെ വീണ്ടും ഒരു പാലം വരിക എന്ന് പറയുന്നത് സ്വപ്നം പോലും കാണാൻ പറ്റത്തില്ല. കാരണം ഇനി നമുക്ക് നമ്മുടെ നാട്ടിൽ 2 പാലങ്ങൾ, അതായത് ഒറ്റമരം ഈസ്റ്റ് പാലം, അതുപോലെ 7 ഏക്കർ തുടങ്ങിയ സ്ഥലത്തെ 2 നടപ്പാലങ്ങൾ നമ്മുടെ ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അത് തിരികെ കിട്ടിയിട്ടില്ല. അപ്പോൾ അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളും ആരംഭിക്കുന്നു. അപ്പോൾ ഇത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു നടപ്പാലം യാഥാർത്ഥ്യമാകുന്നു. അതോടുകൂടി മഴക്കാലത്ത് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഇവിടെ ബസ് സർവീസ് ഉണ്ടെന്ന് പറഞ്ഞാലും മുണ്ടക്കയം ഇളങ്കാടാണ് ബസ് സർവീസ്. പക്ഷേ അതിന് പാരലായിട്ട് കൊക്കയാർ പഞ്ചായത്തിൽ ബഹുഭൂരിപക്ഷം വരുന്ന ആൾക്കാർക്കും ബസ് കയറണമെങ്കിൽ ഈ റൂട്ടിൽ കടന്നു വന്നാൽ മാത്രമേ ബസ് കയറാൻ പറ്റുള്ളൂ. പക്ഷേ അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർക്ക് ബസ് കയറണമെങ്കിൽ അവിടെ ഇക്കരെ കടക്കാൻ വേണ്ടിയിട്ടൊരു മാർഗ്ഗം വേണം. ആ മാർഗ്ഗങ്ങൾ ഇപ്പോൾ വേന്ത്യാറ്റിലെ പാലം മാത്രമേ ഇപ്പോൾ അതിന് പൂർത്തീകരിച്ചിട്ടുള്ളൂ. ഇളങ്കാടിൽ അങ്ങനെയുള്ള പാലത്തിലൂടെ വണ്ടിയെ യാത്ര ചെയ്യുന്നവർക്ക് വളരെ എളുപ്പമാണ്. പക്ഷേ ബസ് യാത്ര ചെയ്യുന്നവർക്ക് അവരുടെ തൊട്ടടുത്ത സമീപ പ്രദേശത്ത് എത്തിച്ചേർന്ന് ബസ്സിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നടപ്പാലങ്ങളുണ്ടെങ്കിൽ മാത്രമേ അവരുടെ ജീവിതം എളുപ്പമാവുകയുള്ളൂ. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഫണ്ട് അനുവദിച്ചു വന്ന ഭരണ സംവിധാനത്തിന് എല്ലാം വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. മാത്രമല്ല കോട്ടയം ജില്ലക്കാർക്കും വളരെയധികം സന്തോഷം പകരുന്ന ഈ നടപ്പാലം 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഈ പാലത്തിന്റെ പ്രത്യേകത. 2 ജില്ല 2 പഞ്ചായത്ത് 2 പഞ്ചായത്തും 2 ജില്ലയും. അപ്പം അതിന് ഈ വിമല പോലെയുള്ള കച്ചവടക്കാർക്ക് അത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. ഒക്ടോബർ മാസം 16-ാം തീയതി ഉണ്ടായ ഉരുൾപൊട്ടലിലാണ് നമ്മുടെ കുപ്പായക്കുഴി നടപ്പാലം വെള്ളത്തിൽ ഒലിച്ചു പോയത്. നമുക്കറിയാം, അന്ന് മുതൽ നമ്മൾ ഈ പാലത്തിലേക്ക് അക്കരെയുള്ള നൂറുകണക്കിന് ആൾക്കാർക്ക് ഏന്ത്യാറും മുണ്ടക്കയം പോലുള്ള ടൗണിലേക്ക് സഞ്ചരിക്കുന്ന ഏക മാർഗമായിരുന്നു. അതിന് ശാശ്വത പരിഹാരം ഉണ്ടാവണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നിരന്തരമായ പ്രയത്നത്തിലാണ് നമ്മൾ ഇവിടെ, ഞാൻ പഞ്ചായത്ത് മെമ്പറായിരുന്ന കാലത്ത് നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ രജനി ജയകുമാറിൻ്റെ ആദ്യത്തെ പില്ലർ തീർക്കാൻ ഒരു 10 ലക്ഷം രൂപ അനുവദിക്കുകയും അതിൻ്റെ പണി പൂർത്തീകരിക്കുകയും ചെയ്തതിനു ശേഷം മറ്റ് ഫണ്ടുകൾ കിട്ടാവുന്നപ്പോഴാണ് നമ്മുടെ അന്തരിച്ച വാഴൂർ സോമൻ MLA ആയിട്ട് ഇടപെടുകയും അദ്ദേഹം ഇതിനെ ഫണ്ട് അനുവദിക്കുന്നത്. ഇതോടൊപ്പം തന്നെ ഇതുപോലെ തന്നെ ഒരു പാലമാണ് വെമ്പിളിയിൽ ഒരു നടപ്പാലം ഒലിച്ചു പോയിരുന്നു. ആ നടപ്പാലത്തിന് 2 പാലത്തിനും കൂടിയാണ് 45 ലക്ഷം രൂപ ഒരു എസ്റ്റിമേറ്റിൽ ഈ പണി നടത്തിക്കൊണ്ടിരിക്കുന്നത്.
എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പണി പൂർത്തീകരിക്കുന്നുള്ള ആത്മവിശ്വാസത്തിലാണ് ജനങ്ങളും ഒക്കെയും പഞ്ചായത്തും ഒക്കെ അതിനാഗ്രഹിച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പണി പൂർത്തീകരിച്ചാൽ കൃത്യമായും ഇതിലെ നാട്ടുകാർക്ക് എളുപ്പം ഏന്താറ്റിലേക്കും മുണ്ടക്കത്തേക്കും പോകാൻ എളുപ്പമാർഗം, ബസ് കയറാനൊക്കെ ഉള്ള എളുപ്പമാർഗം ഈ വഴി ഈ പാലം തുറന്നിട്ടുകൊണ്ട് സാക്ഷ്യമാകുന്ന പ്രതീക്ഷ നിൽക്കുകയാണ്. ഇതിനെ ഫണ്ട് അനുവദിച്ചതിലും അതുപോലെ തന്നെ ഇതിന് സഹകരിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. വെമ്പിളിയിലെ പാലത്തിൻ്റെ പണി അത് നടന്നുകൊണ്ടിരിക്കുന്നു. വെമ്പിളി പാലത്തിൻ്റെ പണിയും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പില്ലർ ഏതാണ്ട് തീരാറായി. അതിൻ്റെ മറ്റ് പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇതോടൊപ്പം തന്നെ തീരും എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ പാലത്തിൻ്റെ ടോപ്പിന് മാത്രം 20 ലക്ഷം രൂപയായോ? ഇല്ല, ഈ ടോപ്പിന് മാത്രം 25 ആയില്ല. 20, 25, 40, 25, 20. ഇത് 20, അവിടെ 25 അല്ലേ? 45 ലക്ഷം 2 പാലത്തിനും കൂടിയാണ്. അപ്പോൾ അതിന് ഇതിൻ്റെ പകുതി വീതിയുള്ളതിന് വീതി കുറവുള്ള ഒരു പാലമാണ്. ഇത് സ്വല്പം കൂടെ വീതി ഒരു 100 അടി 110 അടിയാണ് ഇതിൻ്റെ നീളം. അതിനകത്ത് അതൊരു 60 അടി നീളമുള്ളൂ വീതി. അപ്പം അതുകൊണ്ട് പിന്നെ ആ രീതിയിലാണ് ഫണ്ട് അനുവദിച്ചത്. അതിൻ്റെ പണി എത്രയും പെട്ടെന്ന് തീരും. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു കോൺട്രാക്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ജനങ്ങൾ ഒന്നായി ഇവിടുത്തെ ഈ ഇതോ ബാക്കി ഇതിൻ്റെ ബാക്കി പാലം പൊക്കി വെച്ചാൽ അതിൻ്റെ ബാക്കി ഭാഗത്ത് സ്റ്റെപ്പ് പൂർണ്ണ ചെയ്യും. സ്റ്റെപ്പ് ഇത് തന്നെയാണോ? നമ്മുടെ സ്റ്റെപ്പ് ഇതിൻ്റെ എസ്റ്റിമേറ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചുണ്ട്. എങ്കിൽ പോലും തികയാതെ വന്ന പഞ്ചായത്ത് തമ്മിൽ ഇടപെട്ട് അതല്ലേ ചോദിച്ചത്. ഈ പറയുന്ന നമ്മുടെ വെൽഡ് ചെയ്ത് ഈ കമ്പി കൊണ്ട് തന്നെയുള്ള സ്റ്റെപ്പാണോ വരുന്നത്, അതോ ഇതുപോലെ നട കെട്ടുവാണോ? നടക്കെട്ട് അത് 2 രീതിയിലുണ്ട്. ഒന്നിലെ നട കൊണ്ട് കല്ലുകൊണ്ട് കെട്ടാം ഒരു സ്റ്റെപ്പ്. അപ്പുറത്ത് അത് തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പുറത്താണ് ഇപ്പോൾ ഒരു ഇത് നിൽക്കുന്നത്. എന്നാൽ ഈ കൂട്ടിക്ക പഞ്ചായത്തായിട്ട് ബന്ധപ്പെട്ട് അതിനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാം. അവിടെ എങ്ങനെ തീരുമാനം? അവിടെ അതിനകത്ത് സ്റ്റെപ്പുണ്ട്. ഉണ്ട്. ഉണ്ട്. ശരി. നമ്മുടെ യശസ്വരനായ വാഴൂർ സോമൻ MLA-യുടെയും ഫണ്ടും ബ്ലോക്ക് പഞ്ചായത്ത് സജിനി ജയകുമാറിൻ്റെ ഫണ്ടും കൂടെ കൂട്ടി നാട്ടുകാർ ശ്രമഫലമായി അവരുടെ സപ്പോർട്ടോടുകൂടി പാലം കെട്ടി പരിപൂർണ്ണ എത്തിക്കാൻ ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് വേണ്ടി സഹകരിച്ച ഞങ്ങളുടെ കോൺട്രാക്ടർ മുരുകേശനും പ്രത്യേക അഭിനന്ദനം ഞങ്ങളുടെ.
NDR കുപ്പായക്കുഴി ഭാഗത്ത് നിർമ്മിക്കുന്ന നടപ്പാലം കഴിഞ്ഞ ജലപ്രളയത്തിൽ ഒഴുകിപ്പോയ പാലത്തിന് പകരമായിട്ട് 3-4 വർഷമായി ഇവിടുത്തെ ജനങ്ങൾ വളരെയേറെ യാത്രാ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും MLA ഫണ്ടിൽ നിന്നും അനുവദിച്ച തുക കൊണ്ട് ഏതായാലും ഒരു പാലം അനുവദിച്ച് കിട്ടി. അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. പാലം പൊക്കി തൂണിലേക്ക് സ്ഥാപിക്കാനുള്ള ഒരുക്കമാണ്. ഇതിനു മുമ്പ് ഉണ്ടായ ജലപ്രളയങ്ങളിൽ 2 പാലം ഇതിനു മുമ്പ് ഒഴുകിപ്പോയിട്ടുള്ളതാണ്. ഇത് 3ാമത്തെ പാലമാണ്. ഇത് കുറേ കൂടെ ബലവത്തായ രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് അത് പിടിച്ചു നിൽക്കും എന്നുള്ള വിശ്വാസത്തിലാണ് നാട്ടുകാർ. ഏതാണ്ട് ഒരു ആർച്ച് പാലത്തിൻ്റെ ഇതിന് ഒരു സെറ്റപ്പിലേക്ക് അല്ലേ പരിശ്രമിച്ച എല്ലാ നാട്ടുകാർക്കും അതോടൊപ്പം ഭരണാധികാരികൾക്കും നന്ദി പറയാനും ഈ അവസരം ഉപയോഗിക്കും. താങ്ക് യു.
എൻ്റെ സന്തോഷം കണ്ടോ മുഖത്ത്? അതെ. സന്തോഷം ചേട്ടൻ്റെ മുഖത്ത് കാണാണ്. പക്ഷേ ഇനി ബാക്കി നട എപ്പോൾ ഉണ്ടാക്കും? നാളെ ഒരാഴ്ചത്തെ സാവകാശമുണ്ട്. ഇത്രയായില്ലേ, ഇനി ബാക്കി നമുക്ക് വഴിയേ ആയിക്കോളും. ഏക്കാലും വളരെ സന്തോഷം അല്ലേ? വളരെ സന്തോഷം. ഇവിടെ പൊക്കിയാക്കല്ലേ കേട്ടോ സോഷേ, ചവിട്ടി പിടിച്ചോണം. ആ അറിയത്തില്ല മോനെ. മോനെ അതെ നിങ്ങളോട് ചോദിക്കുന്നു കറക്റ്റാണോ എന്ന്. ശരിക്കും എന്തിനാ ജെ.സി. വന്നേ? ശരിക്കും ജെ.സി. അവിടുന്ന് മാറ്റി കൊടുക്കുക. ഇവിടെ ഓക്കെ, ഇവിടെ ഓക്കെ, അല്ല കുറച്ചങ്ങോട്ട് പോകണം.
വലിച്ചോനെ സകലോടെ ആ ആ ഇവിടെ ഓക്കെ ഇങ്ങോട്ട് കയറി അവിടെ പോകും ഇതിൻ്റെ അടി കൂടെ ഇങ്ങനെ എതിരാണ് പോകും. അതോട് നീ കണ്ണ് വെച്ച് തക്കമാകരുത് കേട്ടോ. ആ കാത്തു നിന്നതിന് ശേഷം മടങ്ങിപ്പോയി. അടിപൊളി പാലം സൂപ്പർ. എല്ലാത്തിൻ്റെ ആ ദൈവമുള്ളവരെ അങ്ങനെ നമ്മുടെ കുപ്പായക്കുഴി കനകപുരം പാലത്തിലൂടെയാണ് ഞാൻ നടക്കുന്നത്. അവിടെ നമുക്ക് 2 ആൾക്കാർ വെച്ച് കൊടുക്കാം അല്ലേ? ഈ സൈഡേ ചേർത്ത് എങ്ങനെ ഒരു എല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. അല്ല വിത്ത് പറഞ്ഞാൽ ഇവിടുന്ന് ഈ സൈഡിലില്ലേ അത് മറിച്ചിട്ടിട്ട് ഒരു ആംഗ്ലർ നീളത്തിൽ കൊടുക്കാനാണ് ആ സൈഡ്. അല്ല ഈ കോൺക്രീറ്റ് ആയിട്ട് കൊടുക്കുന്നത് പിന്നെ അവനക്ക് ഇവിടെ തന്നെ കൊടുക്കാൻ പറ്റുമോ? ഇവിടെ കൊടുക്കാൻ പറ്റുമോ നമുക്ക്? 3 ഇങ്ങനെ അവിടെ മാറിക്കും. പിന്നെ ഇത് 3 കഴിഞ്ഞിട്ട് ഇറങ്ങില്ല.